Hello, good evening. Welcome to my YouTube channel. Today's video title. ഇന്നത്തെ വീഡിയോയുടെ ടൈറ്റിൽ പ്രൊക്കാസ്റ്റിനേഷൻ ദ തീഫ് ഓഫ് ടൈം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പലർക്കും റിലേറ്റ് ചെയ്യുന്നൊരു വീഡിയോ ആണ്. ഇത് നമ്മുടെ ജീവിത വിജയത്തിന് പിന്നിലോട്ട് വലിക്കുന്ന ഒരു സ്വഭാവമാണ്. അപ്പോൾ അത് എന്താണെന്നാണ് ഞാൻ ഈ വീഡിയോ കൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അതുകൊണ്ട് ശ്രദ്ധിച്ച് ഇതിൻ്റെ വീഡിയോ അതിൻ്റെ അവസാനം വരെ വാച്ച് ചെയ്യണം. പ്രൊക്കാസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് വരുമ്പോഴത്തേക്ക് അത് നമ്മൾ മാറ്റി മാറ്റി വയ്ക്കുന്ന ഒരു പ്രവണതയ്ക്കാണ് ഇംഗ്ലീഷിൽ പറയുന്ന വാക്കാണ് പ്രൊക്കാസ്റ്റിനേഷൻ. പ്രൊക്കാസ്റ്റിനേഷൻ നമ്മളെ പല കാര്യങ്ങളിലും ജീവിതത്തിൽ വളരെ പിന്നോക്കടിക്കുന്ന ഒരു സ്വഭാവമാണ്. അതായത് നമുക്കിപ്പോൾ എന്തെങ്കിലും ഹോംവർക്ക് ഉണ്ടെങ്കിൽ അത് റൈറ്റ് ടൈമിന് ചെയ്യാതെ, അതുപോലെ തന്നെ അസൈൻമെൻറ്റ്സ്, ദെൻ നമുക്ക് പേഴ്സണൽ ഗോൾസുകൾ വല്ലതും ഉണ്ടെങ്കിൽ അത് നമുക്ക് പിന്നെ ചെയ്യാം. ചിലരെ നമ്മൾ റിലേറ്റ് ചെയ്യുന്ന ഒരു കാര്യം ഞാൻ പറയാം. ഇപ്പോൾ എന്തെങ്കിലും ഒരാൾക്ക് ഒരു സ്ഥലത്ത് പോകണം, എത്ര മണിക്ക് അവിടെ എത്തണമെന്ന് പറയുന്നത്, അപ്പോഴും അതിന് ഇനോഫ് ടൈം ഉണ്ടെങ്കിലും അവർ വീട്ടിൽ നിന്ന് ഇറങ്ങത്തില്ല. സമയമുണ്ടെന്നും പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്ത്, അത് നിങ്ങൾ ആരെങ്കിലും അത് അങ്ങനെ ആ ഒരു സ്വഭാവമുള്ളവരാണെങ്കിൽ, അപ്പം ഈ എവിടെയെങ്കിലും ചെല്ലുന്നതിൻ്റെ സമയത്ത് എത്തണേ നമ്മൾ ഓൺ ദ വേയിൽ നമ്മൾ പലതും എക്സ്പെക്റ്റ് ചെയ്ത് വേണം യാത്ര തിരിക്കാനുള്ളത്. ട്രാഫിക് വരാം, വേറെ എന്തെങ്കിലും റോഡ് ബ്ലോക്ക് വരാം, വേറെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരാം. ഏത് കാര്യങ്ങളും നമ്മൾ കുറച്ച് ഈ പ്രൊക്കാസ്റ്റിനേഷൻ അത് നീട്ടി വയ്ക്കുന്ന ഒരു പ്രവണത ജീവിതത്തിൽ അങ്ങനെ ശീലമുണ്ടെങ്കിൽ അത് പിന്നെ മാറ്റിവെക്കണം, അല്ലെങ്കിൽ അത് ഉപേക്ഷിക്കണം. പ്രൊക്കാസ്റ്റിനേഷൻ ആ ക്യാരക്ടർ. പ്രൊക്കാസ്റ്റിനേഷൻ ഇത് ആളുകൾക്ക് സ്ട്രെസ്സ് കൂടുതൽ കൊടുക്കും, അവരുടെ പെർഫോമൻസ് കുറവാകും. എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നത് അതിൻ്റെ ഇനോഫ് ടൈം ഇല്ലാതെ വരുമ്പോഴത്തേക്ക് അവർ റഷ് ചെയ്ത് ചെയ്യുമ്പോൾ അതിൻ്റെ പെർഫോമൻസ് ഇതിൽ അപാകതകൾ വരാൻ പറ്റും. അപ്പം പെട്ടെന്ന് ഉള്ള ഇത് വരുമ്പോഴത്തേക്ക് ഇനോഫ് ടൈം ഇല്ലാതെ വന്ന് റഷ് പിടിച്ച് ചെയ്യുമ്പോൾ അതിന് സ്ട്രെസ്സ് വരാം. അപ്പം അണ്ടർസ്റ്റാൻഡിങ് പ്രൊക്കാസ്റ്റിനേഷൻ, ഹൗ ടു ഓവർകം ടു കീപ് പേഴ്സണൽ ആൻഡ് അക്കാഡമിക് ഗ്രോത്ത്. ഇത് നമ്മുടെ പേഴ്സണൽ ഗ്രോത്തിനും അക്കാഡമിക് ഗ്രോത്തിനും ഒക്കെ ഈ പ്രൊക്കാസ്റ്റിനേഷൻ എന്ന് പറയുന്നത്, നമ്മൾ ഏത് കാര്യങ്ങളും നമ്മൾ മാറ്റിവെക്കും, അതുകൂടെ നമുക്ക് പല മേഖലയിലും ഉള്ള അവസരങ്ങളും ഉയർച്ചയും നഷ്ടമാകുന്നു. ഇതിൻ്റെ കാരണങ്ങൾ, പ്രധാനമായിട്ടും പ്രൊക്കാസ്റ്റിനേഷൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ ഈ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യുന്നു. അപ്പോൾ ഇതിന് പല കാരണങ്ങളും ഉണ്ട് പ്രൊക്കാസ്റ്റിനേഷന് മാറ്റിവെക്കാനുള്ള. ചിലർക്ക് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് അവർക്ക് പേടിയായിരിക്കും, ഞാൻ ചെയ്താൽ പരാജയപ്പെട്ടു പോകുമെന്ന് പറഞ്ഞ് അങ്ങനെ അവർ മാറ്റി നാളെ ചെയ്യാമെന്ന് പറഞ്ഞിരിക്കും. അത് ഒരു തരം ആൾക്കാർ. പിന്നെ ചിലർ പെർഫെക്ഷൻ എക്സ്പെക്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഞാൻ ചെയ്താൽ നല്ല പെർഫെക്ഷന് വരുമോ, അതെല്ലാം നല്ല മിസ്റ്റേക്കുകളൊന്നുമില്ല, നല്ല രീതിയിൽ തന്നെ വരും. അപ്പോൾ അങ്ങനെ അവർ മാറ്റി വയ്ക്കുന്ന അത് ഒരു തരക്കാരൻ. ദെൻ ചിലർ എക്സ്പെക്റ്റേഷൻസ്, അവർ മീറ്റ് ചെയ്യുന്ന ഒരു സ്റ്റാൻഡേർഡിൽ ആ കാര്യങ്ങളൊക്കെ എക്സ്പെക്റ്റ് ഇത് ചെയ്യാൻ പറ്റും. ഇങ്ങനെ പല റീസൺസ് ഉണ്ട് ഇവർ ഓരോ കാര്യങ്ങളും ഈ പ്രൊക്കാസ്റ്റിനേറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ മാറ്റി പിന്നെ ചെയ്യാമെന്ന് പറയുന്നത്, മാറ്റുന്നത്. ഡിസ്ട്രാക്ഷൻസ്, ചില ഡിസ്ട്രാക്ഷൻസുകളുണ്ട്, സച്ച് സോഷ്യൽ മീഡിയ. നമുക്കിപ്പോൾ അറിയാം, ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ആളുകൾ, ഇപ്പോഴത്തെ യങ്ങർ ജനറേഷൻ പറയേണ്ട, എല്ലാവരും ഇപ്പോൾ 100% ഒരു മോസ്റ്റ് ഓഫ് ദി ഡേയിൽ ഈ സോഷ്യൽ മീഡിയയിൽ ഫുള്ളി എൻഗേജ്ഡ് ആയിരിക്കും. അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചെയ്യേണ്ട ജോലികൾ ചിലപ്പം കൃത്യസമയത്ത് ചെയ്യാതെ മാറ്റിവെക്കും. മീഡിയാസ് വാച്ച് ചെയ്യുന്നവർ കാണും. അതുപോലെ തന്നെ ചിലർക്ക് പുവർ ടൈം മാനേജ്മെൻ്റ് ആയിരിക്കും. അവർക്ക് സമയത്തിൽ ഒരു പങ്ക്ച്വാലിറ്റി ഇല്ല, ഇന്ന സമയത്ത് ചെയ്യണമെന്ന്, അങ്ങനെ ഉള്ള ചില തരക്കാരുണ്ട്. അപ്പോൾ ഈ ഇത്തരം കാരണങ്ങളാണ് പ്രൊക്കാസ്റ്റിനേഷന് വഴിതെളിക്കുന്നത്, പിന്നത്തേക്ക് മാറ്റിവെക്കുന്നത്. അപ്പോൾ എന്തൊക്കെ പറഞ്ഞാൽ ഈ പ്രൊക്കാസ്റ്റിനേഷൻ എന്ന് പറയുന്ന ആ ഒരു സ്വഭാവ വിശേഷം എന്ന് പറയുന്നത് ഒരു ലേസിനെസ്സിൻ്റെ ഒരു ഭാഗമാണ്. ലേസി പീപ്പിളാണ് ഇത് സാധാരണ പ്രൊക്കാസ്റ്റിനേറ്റ് ചെയ്യാറുള്ളത്, മാറ്റിവെക്കുന്നത്. ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യാതെ മാറ്റി വയ്ക്കുന്ന. ഇത് കൂടുതൽ
ഇമോഷൻ വർദ്ധിക്കാനും സൈക്കോളജിക്കൽ ചാലഞ്ചസ് ഒക്കെ വരാനുള്ള സാധ്യതകൾ ഏറെ. ഇതിൻ്റെ എഫക്ട്സുകൾ, അപ്പോൾ ഈ പ്രൊക്കാസ്റ്റിനേറ്റ് ചെയ്യുന്നതിൻ്റെ അനന്തരഫലമായിട്ടുണ്ടാകുന്ന കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ, അവസാനം ഈ വർക്കുകൾ ചെയ്യാതെ ഇരുന്നിട്ട് അവസാനം സമയമില്ലാതെ റഷ് ചെയ്ത് പോയി ചെയ്യും. റഷ് ചെയ്യേണ്ടി വരും. അതുപോലെ ക്വാളിറ്റി ഓഫ് ദ വർക്ക്, നമ്മൾ ചെയ്യുന്ന വർക്ക്, നമ്മൾ ഏതെങ്കിലും ഒരു കാര്യങ്ങൾ സമാധാനത്തിൽ വളരെ പേഷ്യൻ്റായിട്ട് ചെയ്യുന്നതും റഷ് പിടിച്ച് ചെയ്യുന്നതും തമ്മിൽ റിസൾട്ടിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ ദൂഷ്യവശങ്ങളാണ് ഞാൻ പറയുന്നത്. സ്ട്രെസ്സ് വരാൻ സാധ്യതയുണ്ട്, ആൻഷിയറ്റി, സംടൈംസ് ഗിൽറ്റ് വരും, അയ്യോ ഞാനത് സമയത്ത് ചെയ്യാത്തത് കൊണ്ടാണ്. അപ്പം അങ്ങനെയൊക്കെ ഉള്ള ഒരു ഇതിലോട്ട് ഇതിൻ്റെ എഫക്ട്സുകളാണ്. ലോങ് ടേമിൽ ഈ പ്രൊക്കാസ്റ്റിനേഷൻ മുഖാന്തരം ജോബിൽ, നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു ജോലിയിലൊക്കെ ഇരിക്കുന്നവരാണെങ്കിൽ അതിൽ സക്സസ് ഉണ്ടാകാനുള്ള സാധ്യതകൾ കുറവായിരിക്കും. പ്രൊഫഷനിൽ നമുക്ക് പ്രൊമോഷൻസ് അല്ലെങ്കിൽ ഗ്രോത്ത് ഉണ്ടാവത്തില്ല. സെൽഫ് എസ്റ്റീം, നമ്മുടെ സെൽഫ് എസ്റ്റീമിനെ, നമ്മുടെ വാല്യൂവിനെ നമ്മൾ തന്നെ ഇടിക്കുന്നു. ഇതോടുകൂടി നമ്മുടെ വാല്യൂ നഷ്ടപ്പെടുന്നു. അതുപോലെ തന്നെ ഇത്തരക്കാർ സെൽഫ് ഡിസിപ്ലിൻ ഉള്ളവരായിരിക്കില്ല, കോൺഫിഡൻസ് കുറവായിട്ടുള്ള ആൾക്കാരുമായിരിക്കും. അവർ കോൺഫിഡൻസ് കാണത്തില്ല. കാരണം ആ ഒരു ഡിസിപ്ലിൻഡ് ലൈഫ് ജീവിത വിജയത്തിന് വളരെ അധികം അത്യാവശ്യമാണ്. അപ്പോൾ ഇത്തരക്കാർ ഡിസിപ്ലിൻഡ് അല്ല എന്ന് സാരം. അപ്പോൾ അതുമൂലം അവർക്ക് പല മാനസിക സംഘടനകളും ജീവിതത്തിൽ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് പരിഹരിക്കാം. ഈ പ്രൊക്കാസ്റ്റിനേഷൻ, അതിന് അവയർനെസ് കൊണ്ട് നമുക്ക്, അപ്പം നമ്മൾ അവെയർ ആവുക, നമ്മൾ എന്തുകൊണ്ടാണ് നമ്മളിത് മാറ്റി വയ്ക്കുന്നത്, അതിൻ്റെ റീസൺസ് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട്, ഇപ്പം ചില വർക്കുകൾ നമുക്ക് ചെയ്യുന്നതിന് പാടുകൊണ്ട് നമ്മൾ മാറ്റി വയ്ക്കും. അത്തരം വർക്കുകളാണെങ്കിൽ അതിനെ സ്പ്ലിറ്റ് ചെയ്യുക, ചെറിയ ചെറിയ ഇതായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് നമ്മളൊരു കാലണ്ടറൊക്കെ ഉണ്ടാക്കിയിട്ട് ഓരോ ദിവസവും ഓരോ ഭാഗങ്ങൾ, അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് സ്മാളർ പീസായിട്ട് ചെയ്യുമ്പോൾ നമുക്കത് സക്സസ് ആയിട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഫോക്കസ്, ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട്, അപ്പോൾ ഓരോ ദിവസവും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളും ടൈമും എല്ലാം ഒക്കെ വെച്ചിട്ട് അതനുസരിച്ച് ചിട്ടയായിട്ട് ചെയ്യുകയാണെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അത് ഒരു സൊല്യൂഷനാണ്. പിന്നെ ഈ ചില ടെക്നിക്കുകളുണ്ട്, ചില ജോലികളൊക്കെ സിംപ്ലിഫൈ ചെയ്ത് ചെയ്യുന്നതിനൊക്കെ പ്രൂവൺ ആയിട്ടുള്ള ചില ടെക്നിക്കുകൾ ഇപ്പം അവൈലബിൾ ആണ്. ഇപ്പം തന്നെ പഠിക്കുന്നതിന് തന്നെ പ്രൊമഡോറോ മെത്തേഡെന്ന് പറയും ടെക്നിക്ക്. അപ്പോൾ അത് നമ്മൾ വായിക്കുകയാണെങ്കിൽ ഒരു 25 മിനിറ്റ് കണ്ടിന്യൂ ആയിട്ട് വായിച്ചിട്ട് ദെൻ ആഫ്റ്റർ 5 മിനിറ്റ്സ് ബ്രേക്ക് എടുക്കുക. ആ സമയത്ത് നമ്മൾ നല്ലപോലെ ബ്രീത്തിങ്ങും കുറച്ച് റിലാക്സ് ചെയ്യുക. അപ്പം ബ്രേക്ക് കഴിഞ്ഞിട്ട് വരുമ്പോൾ വീണ്ടും നമുക്ക് നല്ല ഫുൾ കോൺസെൻട്രേഷൻ കിട്ടും. അതുപോലെ എല്ലാ മേഖലകളിലും പ്രൂവൺ ടെക്നിക്കുകളുണ്ട്. ആ ടെക്നിക്കുകൾ അത് അവലംബിച്ച് ഓരോരോ വർക്കുകൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഈസിയും എഫിഷ്യൻറ്റുമായിട്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ സെൽഫ് കമ്പാഷനേറ്റ് ആയിരിക്കണം. എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്കുകൾ വന്നാലും നമ്മളെ കുറ്റപ്പെടുത്താതെയും നമ്മളെ വില്ലിങ്നെസ് ടു ഇമ്പ്രൂവ് ചെയ്യണം. നമ്മുടെ ഏതെങ്കിലും പരാജയങ്ങൾ പറ്റുമ്പോൾ നമുക്ക് എവിടെയാണ് പ്രശ്നം, നമ്മൾ ഏത് ഏരിയയാണ് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യേണ്ടത്, നമ്മൾ ഇന്ന കഴിവുകേട് കൊണ്ടാണ് സംഭവിച്ചത്, ആ മേഖലകളൊക്കെ നമ്മൾ ഇമ്പ്രൂവ് ചെയ്യണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇത് വിജയിക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ പ്രൊക്കാസ്റ്റിനേഷൻ, കൺട്രോൾ യുവർ ലൈഫ്, അണ്ടർസ്റ്റാൻഡിങ്, അപ്പോൾ അതിൻ്റെ കാരണങ്ങളും അത് മാനേജ് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കുക. ദെൻ സക്സസ് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. കൺസിസ്റ്റൻസിയും, സക്സസ് ടാലൻറ്റ് കൊണ്ട് മാത്രമല്ല, ചിലർ വളരെ കഴിവുള്ള ആൾക്കാർ കാണും, പക്ഷേ അവർ എഫർട്ട് ഇടത്തില്ല, അവർ ജോലി ചെയ്യത്തില്ല. അപ്പോൾ കൺസിസ്റ്റൻസിയും എഫർട്ടും പ്രയത്നവും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ വിജയിക്കാൻ പറ്റും. വിത്ത് റൈറ്റ് സ്ട്രാറ്റജിയും അങ്ങനെ നമ്മൾ ഇത് ജീവിക്കുകയാണെങ്കിൽ എല്ലാവർക്കും എനിവൺ ക്യാൻ റീച്ച് ദെയർ ഫുൾ പൊട്ടൻഷ്യൽ. അവരുടെ ജീവിതത്തിൽ അവർ ഉദ്ദേശിക്കുന്ന ലെവലിൽ എത്താൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ
ഈ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നു. ഇച്ചിരി ലെങ്തി ആയെന്ന് തോന്നുന്നു. അപ്പം ഇത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇത്തരം വീഡിയോകളുമായിട്ട് അടുത്ത ദിവസങ്ങളിൽ വരുന്നതായിരിക്കും. അതുവരെ വാച്ച് ചെയ്ത നിങ്ങൾക്കെല്ലാവർക്കും നന്ദി, നമസ്കാരം. ബൈ നൗ.